34 കോടി രൂപ സമാഹരിച്ച് അബ്ദുൽ റഹീം എന്ന വ്യക്തിയുടെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ പുതുതായിട്ടൊരു കേസ് കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടാകില്ല. നിമിഷപ്രിയ എന്ന വ്യക്തിയുടെ കേസാണത്. ന്യൂസുകളിലൊക്കെ ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ നിമിഷപ്രിയ ഒരു വധശിക്ഷയ്ക്ക് കാത്തു നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. യമനിൽ ഒരു യമൻ പൗരനെ കൊലപാതകം ചെയ്തതിന്റെ പേരിൽ അവിടെ വധശിക്ഷയ്ക്ക് കാത്തു കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ നിമിഷപ്രിയയുടെ കേസ് ഇതുപോലെ റഹീമിനെ രക്ഷിച്ച പോലെ നിമിഷപ്രിയയും രക്ഷിക്കണം എന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ പല ആളുകളും ഇത് വിശ്വസിച്ചിരിക്കുന്ന കഥ ഇങ്ങനെയാണ്. അതായത് നിമിഷപ്രിയക്ക് നാട്ടിലൊരു ഭർത്താവും ഒരു മകളുമുണ്ട്. എന്നാൽ നിമിഷപ്രിയ യമനിൽ ഒരു നേഴ്സായിരുന്നു. അങ്ങനെ യമനിലുള്ള ഒരു പൗരനെ വിവാഹം ചെയ്യുകയും അവിടെ സുഖജീവിതം നയിക്കുകയുമായിരുന്നു. അങ്ങനെ ഇരിക്കെ അവർ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായി. പല ചെറിയ കാര്യങ്ങൾക്കും ഇഷ്യൂകൾ ഉണ്ടായി. അങ്ങനെ ഈ നിമിഷപ്രിയ ആ പയ്യനെ കൊലപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ നിമിഷപ്രിയ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. മറ്റൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. അവിടെ നിന്നും നിമിഷപ്രിയയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ വധശിക്ഷ നൽകുകയും ചെയ്തു. ഇങ്ങനെയാണ് പല ആളുകളും ഈ ഒരു കേസിന്റെ കഥ മനസ്സിൽ വെച്ചിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ് എല്ലാവരും അറിഞ്ഞിട്ടുള്ളത്. ഇതിന് മറ്റൊരു ഭാഗം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ സത്യാവസ്ഥ. നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. വിശാൽ മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇത് വളരെ കറക്റ്റായിട്ട് അയാൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നും കിട്ടിയിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ആളുകളിലേക്ക് ഇതെന്താണ് സംഭവം എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. മറ്റൊരു ഉദ്ദേശവും ഈ വീഡിയോയ്ക്കില്ല. വിശാൽ മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ നിന്നുള്ള ഉള്ളടക്കം എടുത്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു, അത്രമാത്രമുള്ളൂ. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇത്തരത്തിലാണ്. പാലക്കാട് ജില്ലയിൽ കൊല്ലംകോടിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പൊ ആദ്യം ഒരു ഖത്തറിൽ ഒരു ഡ്രൈവർ ആയിരുന്നു ഈ നിമിഷപ്രിയയുടെ ഭർത്താവ്. അങ്ങനെ ഇരിക്കെ നാട്ടിലേക്ക് വരുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് കല്യാണം ആലോചിക്കുന്നത്. അങ്ങനെ നിമിഷപ്രിയയാണ് അവർ പോയിട്ട് കണ്ടിട്ടുള്ളത്. നല്ലൊരു കുട്ടിയാണ്, ജോലിയുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷിക്കുന്ന സമയത്തെല്ലാം തന്നെ ഒരു മോശമായിട്ടുള്ള ഒരു അഭിപ്രായം കേട്ടില്ല. അങ്ങനെ പെട്ടെന്ന് വിവാഹം നടക്കുകയും ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു? നിമിഷപ്രിയയും ഭർത്താവും കൂടി യമനിലേക്ക് പോയി. യമനിൽ നിമിഷപ്രിയക്ക് അവിടെ നേഴ്സ് ജോലിയുണ്ട്. അങ്ങനെ ഭർത്താവ് അവിടെ പല ജോലികളും ചെയ്ത് അവരങ്ങനെ അവിടെ ഒരു കുടുംബമായിട്ട് ജീവിക്കുകയായിരുന്നു. അതിനിടയിൽ അവർക്കൊരു കുഞ്ഞുണ്ടാവുകയാണ്. അങ്ങനെ ആ സമയത്ത് കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നാട്ടിലേക്ക് പോരേണ്ടതായിട്ട് വന്നു. അങ്ങനെ അവർ 3 പേരും നാട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ പിന്നീട് അവിടെ നിന്നും നിമിഷപ്രിയക്ക് ഒരു ആഗ്രഹം ഉദിക്കുകയാണ്, സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് തുടങ്ങണമെന്ന്. കാരണം ഇതിനു മുന്നേ നിമിഷപ്രിയ നിന്നിട്ടുണ്ടായിരുന്നത് മറ്റൊരു വ്യക്തിയുടെ കീഴിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പല കാര്യങ്ങളും ചെയ്തിരുന്നത് നിമിഷപ്രിയായിരുന്നു. അവിടെ വരുന്ന ആളുകൾ പോലും നിമിഷപ്രിയയെ കണ്ടിട്ടായിരുന്നു അങ്ങോട്ട് വന്നിരുന്നത് എന്നാണ് നിമിഷപ്രിയ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് ഒരു പുതുതായിട്ടൊരു ക്ലിനിക് തുടങ്ങിക്കൂടാ? ആളുകൾ അങ്ങനെ വരും. അത് കാരണം നിമിഷപ്രിയയുടെ പ്രവർത്തനം അങ്ങനെയാണ്. അത്രയും നല്ല ഗുഡായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ നിമിഷപ്രിയ ഒരു ക്ലിനിക് തുടങ്ങിയാൽ അതിലേക്ക് ആളുകൾ വരുമെന്ന് നിമിഷപ്രിയക്ക് വളരെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ അതെല്ലാം സമ്മതിച്ചു. അങ്ങനെ നിമിഷപ്രിയ യമനിലേക്ക് പോവുകയാണ്. ഇങ്ങനെ ഒരു ക്ലിനിക് തുടങ്ങാൻ വേണ്ടിയിട്ട് യമനിലേക്ക് പോവുകയാണ്. പക്ഷെ ഭർത്താവും കുഞ്ഞും ഇവിടെ തന്നെയാണ്. ഇതിന്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉദ്ഘാടന സമയത്ത് ഭർത്താവും മകളും വന്നാൽ മതി എന്നുള്ള ഒരു നിലയിലെത്തിയിരുന്നു. അവർ സംസാരിച്ച് അങ്ങനെ ഓക്കെ ആക്കിയിരുന്നു. അങ്ങനെ നിമിഷപ്രിയ യമനിലെത്തി. പക്ഷെ ഇവർക്ക് ഈ ഒരു ക്ലിനിക് തുടങ്ങാൻ വേണ്ടിയിട്ട് ലൈസൻസി ആയിട്ടുള്ള ഒരു യമൻ പൗരനെ വേണമായിരുന്നു. അങ്ങനെ അവർ അവിടെയുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് തലാൽ എന്നായിരുന്നു. അങ്ങനെ തലാല് ഇതിനെല്ലാം സമ്മതിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു ലൈസൻസ് എടുത്തു കൊടുക്കാൻ സമ്മതം കൊള്ളുകയായിരുന്നു. പക്ഷെ തലാൽ ഒരൊറ്റ കണ്ടീഷൻ മാത്രമാണ് വെച്ചത്. തലാലിന് കേരളം ഒന്ന് വന്ന് ചുറ്റിക്കാണണം, നിങ്ങളുടെ നാടൊക്കെ ഒന്ന് ചുറ്റിക്കാണണം എന്ന് പറയുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ നിമിഷപ്രിയ നാട്ടിലേക്ക് തലാലിനെയും കൂട്ടി വരികയാണ്. അവരിവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും ചുറ്റിക്കാണുകയാണ്. ഏകദേശം 2.5 ലക്ഷം രൂപത്തോളം അതിന് ചിലവ് വന്നു എന്നാണ് ഈ ഒരു ഭർത്താവ് പറയുന്നത്. അപ്പൊ ഏതായാലും അങ്ങനെ കേരളമൊക്കെ ചുറ്റിക്കണ്ടു. അതിനിടയിൽ അവരുടെ കല്യാണത്തിന്റെ ആൽബം ഫോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ തലാൽ എന്ത് ചെയ്തു? ഫോട്ടോ എടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ അവരവിടെ എത്തി ക്ലിനിക്കൊക്കെ ഇട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകൽ തുടങ്ങി. അപ്പോൾ ഇതിലൊരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. 33%, അതായത് ഇതിന്റെ അന്വേഷണവും കാര്യങ്ങളും വരുന്ന സമയത്ത് തലാൽ അവിടെ ഒരു ജോലിക്കാരനായിരുന്നു. അങ്ങനെ ജോലിക്കാരനാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം അവിടെയുണ്ട്. അങ്ങനെ 33% കിട്ടുന്ന പ്രോഫിറ്റിൽ 33% തലാലിനും ബാക്കി 67% നിമിഷപ്രിയക്കുമായിരുന്നു. അങ്ങനെ അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അൽ അമൽ എന്നായിരുന്നു അവർ ഉണ്ടാക്കിയിട്ടുള്ള ക്ലിനിക്കിന്റെ പേര്. അങ്ങനെ നല്ല രീതിയിൽ ഈ ഒരു ക്ലിനിക്ക് മുന്നോട്ട് പോവുകയാണ്. കുറെ അധികം ആളുകൾ ഈ ഒരു ക്ലിനിക്കിനെ തേടി എത്താൻ തുടങ്ങി. പക്ഷെ അത് നിമിഷപ്രിയ ആദ്യം നിന്നിരുന്ന ക്ലിനിക്കിലെ ആ ഉടമകൾക്ക് അത് തീരെ പിടിച്ചില്ല. അവർ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി. പക്ഷെ അതൊക്കെ ഈ തലാല് ഒതുക്കുകയായിരുന്നു. എന്നാൽ ഈ നിമിഷപ്രിയക്ക് ഒട്ടും അറബി വായിക്കാൻ അറിയില്ലായിരുന്നു. പക്ഷെ സംസാരിക്കാൻ നന്നായിട്ട് അറിയുമായിരുന്നു.
അങ്ങനെ ഇരിക്കെയാണ് ഈ എഗ്രിമെന്റ് കാര്യങ്ങളിലൊക്കെ വളരെ വലിയ കള്ളത്തരങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന കാര്യം നിമിഷപ്രിയ അറിയുന്നത്. അത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഇതിൽ 33% ഈ ഒരു തലാലിനും അതുപോലെ തന്നെ 67% നിമിഷപ്രിയക്കും എന്നായിരുന്നു. പക്ഷേ എന്നാൽ അവിടെ തലാൽ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നത് 33% നിമിഷപ്രിയക്കും 67% പ്രോഫിറ്റ് തലാലിനുമെന്നായിരുന്നു. അങ്ങനെ തലാൽ ഇടക്കിടക്ക് വന്ന് കടയിൽ നിന്നും ക്യാഷ് എടുത്ത് കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ നിമിഷപ്രിയ അത് അവിടെയുള്ള സ്റ്റാഫുകളോട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും തലാലിന് കാശ് കൊടുക്കരുത്, കാരണം അദ്ദേഹത്തിന് ഇതിൽ വലിയ റോളൊന്നുമില്ല എന്ന് പറയുകയാണ്. പക്ഷെ അവര് നേരെ തിരിച്ചൊരു കാര്യം നിമിഷപ്രിയയോട് പറയുകയായിരുന്നു, തലാൽ നിങ്ങളുടെ ഭർത്താവല്ലേ, അത് അങ്ങനെ ഒരു റൈറ്റ്സ് ഉണ്ട്, അവർക്ക് പണം നൽകാനുള്ള റൈറ്റ്സും അതുപോലെ തന്നെ എഗ്രിമെന്റും കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് അവർ വന്ന് ചോദിച്ചാൽ പണം കൊടുക്കാതെ വേറെ നിവർത്തിയില്ല എന്ന് പറയുകയാണ്. അപ്പോഴാണ് നിമിഷപ്രിയ ഏറെക്കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത സമയത്താണ് നിമിഷപ്രിയ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. എഗ്രിമെന്റിൽ കള്ളത്തരങ്ങളുണ്ട്, കൂടാതെ ഒരു വിവാഹ സർട്ടിഫിക്കറ്റ് വരെ തലാൽ നിർമ്മിച്ചിട്ടുണ്ട്. കാരണം അത് സംഭവിച്ചത് ഇങ്ങനെയാണ്. എന്ന് കേരളത്തിൽ പോയ സമയത്ത് നിമിഷപ്രിയയുടെയും ഭർത്താവിന്റെയും മാരേജ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് മോർഫ് ചെയ്ത് തലാലിനെ അവിടെ കൊണ്ടുവച്ചു. അതുപോലെ തന്നെ ഒരു കള്ളത്തരത്തിലുള്ള ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് നിർമ്മിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെയുള്ള യമൻ നിയമപ്രകാരം തലാലിന്റെ ഭാര്യയാണ് നിമിഷപ്രിയ. അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ സ്വത്തുക്കൾക്കെല്ലാം തന്നെ അവകാശം തലാലിനുമുണ്ട്. അപ്പോൾ പണം വന്ന് ചോദിക്കുന്ന സമയത്ത് കൊടുക്കാതെ വേറെ നിവർത്തിയില്ല. അങ്ങനെയാണ് നിമിഷപ്രിയ മനസ്സിലാക്കുന്നത് വളരെ വലിയൊരു ചതിയിലാണ് വന്നിപ്പെട്ടിട്ടുള്ളത് എന്ന്. അങ്ങനെ നിമിഷപ്രിയ കേസ് കൊടുക്കുകയാണ്. അങ്ങനെ നിമിഷപ്രിയയുടെ കേസ് കൊണ്ട് തലാൽ പലതവണ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, പലതവണ ജയിലിൽ കിടന്നിട്ടുമുണ്ട്. പക്ഷേ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്തെല്ലാം വളരെ വലിയ ക്രൂരമായിട്ടുള്ള പീഡനമാണ് തലാൽ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ വീണ്ടും ഒരു ദിവസം ഇവര് ജയിലിലാവുകയാണ്. അങ്ങനെ ഈ നിമിഷപ്രിയ തലാലിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, വിവാഹം മോചനത്തിനായിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട്. പക്ഷേ തലാൽ അതിനൊന്നും കൂട്ടാക്കിയിരുന്നില്ല. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ജയിൽ വാർഡൻ അവരെ സമീപിക്കുകയാണ്, ഞാൻ നിങ്ങളെ ഇതിന് സഹായിക്കാമെന്ന് പറഞ്ഞിട്ട്. കാരണം നിങ്ങളൊരു നൈസ് അല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അനസ്തേഷ്യ കൊടുത്താൽ അദ്ദേഹം മയങ്ങിക്കിടക്കും, ആ സമയത്ത് ഒപ്പിടിപ്പിക്കാം, ഞാൻ ഒപ്പിടിപ്പിച്ച് തരാമെന്ന് ആ ഒരു ജയിൽ വാർഡൻ പറയുകയാണ്. അങ്ങനെ നിമിഷപ്രിയക്കും വളരെ വലിയൊരു ആശ്വാസമായി, കാരണം ഒരു വ്യക്തി തന്റെ ഒപ്പം ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഹനാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നേഴ്സ് കൂടി ഉണ്ടായിരുന്നു നമ്മുടെ നിമിഷപ്രിയയോടൊപ്പം. അപ്പോൾ ഹനാനും എല്ലാ കാര്യങ്ങളും അറിയാം, ഹനാനും സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം തലാലിന് ഒരു യൂറിൻ ഇൻഫെക്ഷൻ വരികയാണ്. അപ്പോൾ തലാൽ നന്നായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഒരു ഇഞ്ചക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിമിഷപ്രിയ എന്ത് ചെയ്തു, ഒരു അനസ്തേഷ്യ കൊടുത്തു. പക്ഷെ ലഹരി ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് തലാലിന് അത് അങ്ങനെ ഏറ്റില്ല എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ തലാല് രണ്ടാമതൊരു ഡോസ് കൂടി നിമിഷപ്രിയ നൽകുകയാണ്. പക്ഷെ എന്നാൽ ആ രണ്ടാമത് നൽകിയ അനസ്തേഷ്യ ഡോസ് വളരെ കൂടി പോവുകയും തലാലിന്റെ മരണത്തിന് വരെ അത് കാരണമാവുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇവർ 3 പേരും വളരെ രോഷാകുലരായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഇവർക്ക് ഇങ്ങനെ ഒരു മണ്ടത്തരം മനസ്സിലുദിച്ചത്. അങ്ങനെ ഈ ഒരു തലാലിനെ ഇവര് വെട്ടി കഷ്ണം തുണ്ടമാക്കിയിട്ട് മുകളിൽ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്തത്. പക്ഷെ അതിനുശേഷം ഇവർ 3 പേരും രക്ഷപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട്. നിമിഷപ്രിയ മറ്റൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറുകയായിരുന്നു. അങ്ങനെ പത്രത്തിലൊക്കെ ഫോട്ടോ വന്ന സമയത്ത് നിമിഷപ്രിയ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലുള്ള വ്യക്തികൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു. അങ്ങനെ നിമിഷപ്രിയ അവിടെ നിന്നും കൊണ്ടുപോവുകയാണ് ചെയ്തത്. പക്ഷെ നിമിഷപ്രിയ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഇതിൽ ജയിൽ വാർഡനാണ് ഇങ്ങനെ ഈ ഒരു തലാലിനെ വെട്ടി നുറുക്കിയിട്ടുള്ളത്, നിമിഷപ്രിയയോ അല്ലെങ്കിൽ ഹനാനോ ഒന്നുമല്ല അത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ജയിൽ വാർഡനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ ജയിൽ വാർഡനെ ഇതുവരെ കിട്ടിയിട്ടില്ല, നിമിഷപ്രിയയും ഹനാനെയും കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിമിഷപ്രിയക്ക് വധശിക്ഷയും അതുപോലെ തന്നെ ഹനാന് ജീവപര്യന്തവുമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് എന്നാണ് ഈ ഒരു ഇവർ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ഇത് തന്നെ ആയിരിക്കണം ശരിയെന്ന് തോന്നുന്നുണ്ട്. കാരണം പല വ്യക്തികളും ഇതുമായി സംബന്ധിച്ചിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ പുറത്തു വിടുന്നുണ്ട്. അതെല്ലാം കേൾക്കാൻ സാധിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. ഒരുപക്ഷെ നിമിഷപ്രിയ പറഞ്ഞ കാര്യങ്ങളും നിമിഷപ്രിയയുടെ ഭർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കൂട്ടിവെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ഇത് ശരിയായിരിക്കാം എന്ന് പല വ്യക്തികൾക്കും തോന്നുന്നുണ്ടായേക്കാം. എന്നിരുന്നാലും അവർ ചെയ്ത ആ ഒരു പദ്ധതി വളരെ മോശമായി എന്ന് ചില ആളുകൾക്കൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ അവരെ ദിയാദാനത്തിലൂടെ പുറത്തിറക്കാൻ ഇപ്പോൾ അവരുടെ അമ്മ ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ എന്താകുമെന്ന കാര്യങ്ങൾ നോക്കിക്കാണുക തന്നെ ചെയ്യാം.